മുഖ്യമന്ത്രിയോടും CPIM-നോടും തനിക്കിനി യാതൊരു ബാധ്യതയുമില്ലെന്ന് KT ജലീൽ. ഒരു ബോർഡ് ചെയർമാൻ സ്ഥാനം പോലും ആഗ്രഹിക്കുന്നില്ല. തന്റെ നിലപാടുകളാകും ഇനി പറയുകയെന്നും ജലീൽ വ്യക്തമാക്കി. പോലും ഇനി ആവണ്ട എൻ്റെ ജീവിതത്തിൽ. അപ്പം അങ്ങനെ പറയുന്ന ഒരാൾ എനിക്ക് ആരോടും യാതൊരു ബാധ്യതയും കടപ്പാടും ഉണ്ടാവേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയോട് ഉണ്ടാവേണ്ട കാര്യമില്ല, CPIM-നോട് ഉണ്ടാവേണ്ട കാര്യമില്ല, ലീഗിനോട് ഉണ്ടാവേണ്ട കാര്യമില്ല, കോൺഗ്രസിനോട് ഉണ്ടാവേണ്ട കാര്യമില്ല, BJP-യോട് ഉണ്ടാവേണ്ട കാര്യമില്ല, ഒരാളോടും ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ നിലപാടുകളാണ് ഞാൻ പറയുക, എൻ്റെ ബോധ്യങ്ങളാണ് ഞാൻ 4:30 മണിക്ക് വെളിപ്പെടുത്തുക. PV അൻവറിൻ്റെ ചില അഭിപ്രായങ്ങളോട് എനിക്ക് യോജിപ്പുണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില അഭിപ്രായങ്ങളോട് യോജിപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ചില അഭിപ്രായങ്ങളോട് ശക്തമായ വിയോജിപ്പുണ്ട് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, KT ജലീൽ PV അൻവറിന്റെ വഴിയാണോ എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ വളരെ സജീവമായി ഉയരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു സർവതന്ത്ര സ്വതന്ത്രനായി നിൽക്കുമെന്നാണോ അതോ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും പദ്ധതികളുണ്ടോ? എന്താണ് രാവിലെ KT ജലീൽ സമീറുമായി സംസാരിച്ചപ്പോൾ നൽകിയ സൂചന? വിജയകുമാർ, PV അൻവറിന് പിന്നാലെ ഒരു മനസ്സ് തുറന്നുള്ള ഒരു പറച്ചിലിന് തയ്യാറാവുകയാണ് KT ജലീൽ MLA എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വൈകുന്നേരം 4:30 വാർത്താ സമ്മേളനത്തിൽ താൻ ചിലർ തുറന്നു പറയുമെന്നുള്ളതാണ് ജലീൽ വ്യക്തമാക്കുന്നത്. തനിക്ക് ഇനി പദവികൾ വേണ്ട, അധികാരം താൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പലതും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ തനിക്കിനി അത്തരം മോഹങ്ങളില്ല. എന്ത് നിലപാടെടുത്താലും തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലെന്നും KT ജലീൽ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ തനിക്കിനി CPM-നോടോ മുഖ്യമന്ത്രിയോടോ ആരോടും തന്നെ ഒരു കമ്മിറ്റ്മെന്റും തനിക്കിനില്ല. തന്റെ നിലപാടുകൾ ഇനി സ്വതന്ത്രമായിരിക്കും എന്നുള്ളതാണ് ജലീൽ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ PV അൻവറുമായി ബന്ധപ്പെട്ട അൻവറിന്റെ ആരോപണങ്ങളിൽ ചില അഭിപ്രായങ്ങളോട് തനിക്ക് യോജിപ്പുണ്ടെങ്കിലും ഈ ജലീൽ അനുകൂലിക്കുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ജലീലിന് ചേർത്ത് പിടിക്കുമോ തള്ളി പറയുമോ എന്നുള്ളതാണ് ഏറെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. സ്വാഭാവികമായും പോലീസിനെതിരെ നേരത്തെ KT ജലീൽ അടക്കമുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. പോലീസിൽ വർഗീയവാദികൾ ഉണ്ട് എന്നൊക്കെ തന്നെ ഇപ്പോൾ കൃത്യമായി തന്നെ ജലീൽ ആരോപിച്ചിരുന്നു. അതിന് പിന്നാലെയുള്ള തുറന്ന പറച്ചിലിൽ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും അത് വലിയൊരു പ്രതിരോധം അല്ലെങ്കിൽ ഇവരെ പ്രതിരോധത്തിലാക്കുമോ എന്നുള്ളതാണ് ഏറെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഏതായാലും ഇന്ന് വൈകുന്നേരം 4:30 കൂടിയാണ് ജലീൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ജലീൽ രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുകയല്ല, മറിച്ച് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നാണ് താൻ മാറി നിൽക്കുന്നത് എന്ന് അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നത് എന്ന് KT ജലീൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുമുണ്ട്. വിജയകുമാർ, ഈ സമീർ, KT ജലീലിന് ഈ നിലയിൽ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. PV അൻവർ ചില കാര്യങ്ങൾ ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ ഏതാണ്ട് അതിനൊപ്പം നിൽക്കുന്നു എന്ന് തോന്നാവുന്ന, അല്ലെങ്കിൽ അതേ മാനസികാവസ്ഥയിലാണോ KT ജലീലുമെന്ന് തോന്നാവുന്ന തരത്തിൽ ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോഴിതാ ആരോടും ഇനി ബാധ്യതയുണ്ടാവില്ല, മുഖ്യമന്ത്രിയോടും CPM-നോടും ഒന്നും എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ കാരണമായ എന്തെങ്കിലും സാഹചര്യം പ്രാദേശികമായ ഒക്കെ KT ജലീലിന് ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് അത്തരം വിവരങ്ങളുണ്ടോ? വിജയകുമാർ, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ജലീലിന് നിലവിൽ അത്തരം ഒരു പ്രശ്നങ്ങൾ നേരിടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരത്തെ തന്നെ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം ഒരു കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൂടി അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജലീൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നത് എന്ന് പറയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നിലവിൽ ജലീലിന്റെ പുസ്തക പ്രകാശന ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പിണറായി at 79 എന്നുള്ള ഒരു അധ്യായമുണ്ട്. ഇതിൽ പിണറായിയെ വാനോളം പുകഴ്ത്തുന്ന ഒരു അധ്യായം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധത്തിലാക്കാൻ ജലീൽ തുനിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ ഏതൊക്കെ കാര്യങ്ങളിൽ PV അൻവറിന്റെ വിഷയത്തിൽ അനുകൂല സമീപനം സ്വീകരിക്കും, ഏതൊക്കെ വിഷയങ്ങളായിരിക്കും വിയോജിപ്പ് പ്രകടിപ്പിക്കും, ഒപ്പം തന്നെ മറ്റെന്തെങ്കിലും തുറന്നു പറച്ചിലിന് ജലീൽ തയ്യാറാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ജയകുമാർ. യെസ്, KT ജലീൽ വൈകിട്ട് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. പറയാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയാം, ചോദ്യങ്ങളൊക്കെ ആ ഘട്ടത്തിൽ മതി എന്ന് രാവിലെ തന്നെ ജലീൽ വ്യക്തമാക്കിയിരുന്നു. അപ്പോഴെന്ത് പറയുന്നു KT ജലീൽ എന്നതിലൊരു രാഷ്ട്രീയ ആകാംക്ഷ കേരളത്തിലുണ്ട്. PV അൻവറിന്റെ വഴിയെ തന്നെയാണോ അദ്ദേഹവും എന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.